കാര്യവിചാരം 79. സന്മനസ്സുള്ളവർക്ക് സമാധാനം. പല സ്വഭാവക്കാരുണ്ട് സമൂഹത്തിൽ എന്ന് നമുക്കറിയാം. സാത്വിക, രാജസ, രാക്ഷസ എന്ന 3 തരം സ്വഭാവക്കാരാണ് നമുക്കിടയിലുള്ളത്. ഈ 3 തരം സ്വഭാവങ്ങളെപ്പറ്റി മറ്റൊരു ചെറു പ്രഭാഷണത്തിൽ പിന്നീട് വിശദമാക്കാം. സന്മനസ്സുള്ളവരുടെ കാര്യമാണ് ഇന്നിപ്പോൾ പറയേണ്ടത്. സാത്വിക സ്വഭാവം അല്ലെങ്കിൽ സാത്വികത തന്നെയാണ് സന്മനസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സാത്വിക മൂല്യങ്ങൾ? സ്നേഹം, സത്യം, ദയ, സഹാനുഭൂതി, വിദ്വേഷമില്ലായ്മ, ത്യാഗബുദ്ധി, അസൂയയില്ലായ്മ തുടങ്ങിയവയാണ് അടിസ്ഥാനപരമായ സാത്വിക മൂല്യങ്ങളെന്നും നമുക്കറിയാം. ഇത് കലിയുഗാവസാനമാണ്. ദുഷ്ടസ്വഭാവികൾ ഏറ്റവും അധികമുള്ള കാലം. അതായത് രാക്ഷസ സ്വഭാവികളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ 3 തരം സ്വഭാവങ്ങളെ ത്രിഗുണങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവയിൽ രാക്ഷസ ഗുണമുള്ളവർ ദുഷ്ടസ്വഭാവികളും മമതയും അനുകമ്പയും ത്യാഗബുദ്ധിയും തീരെ ഇല്ലാത്തവരുമാണ്. ഇക്കൂട്ടരാണ് ഏറ്റവും അധികം ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത്. കൊല്ലും കൊലയും വിധ്വംസക പ്രവൃത്തികളും എന്നു വേണ്ട സകല രാക്ഷസ സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. ഈ ഹീനപ്രവൃത്തികൾ ഇവർ ആസൂത്രണം ചെയ്തും പൊടുന്നനെയും ചെയ്ത് പാപം തലയിലേറ്റും. ദുഷ്കർമ്മങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതിനാൽ ഇവർക്ക് ഒട്ടും മനസ്സമാധാനമില്ല. ശത്രുനാശത്തിനായി ഇവർ ഏത് കടുംകൈയും പ്രവർത്തിക്കും. അതുമാത്രമാണ് എപ്പോഴും അവരുടെ ചിന്ത. നേരെ വിപരീതമാണ് സാത്വിക ഗുണം. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇക്കൂട്ടർക്ക് സ്നേഹം, സത്യം, ദയ, ത്യാഗബുദ്ധി തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളുണ്ട്. അസൂയയും വിദ്വേഷവും ഇവരുടെ മനസ്സിലില്ല. ഇവർ ആസൂത്രണം ചെയ്തോ അല്ലാതെയോ ഒരുത്തരെയും ഉപദ്രവിക്കുകയോ ഹിംസിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സാത്വികർക്ക് എന്നും എപ്പോഴും മനസ്സമാധാനം അവരുടെ കൂട്ടിനുണ്ട്. അതുകൊണ്ട് അവർക്ക് സുഖമായി സമാധാനമായി കിടന്നുറങ്ങുകയും ചെയ്യാം. രാക്ഷസികളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ സാത്വികരാണ് ഏറ്റവും കുറവുള്ളത്. ഇവരുടെ ഒന്നും കൃത്യമായിട്ടുള്ള സെൻസസ് എടുക്കാൻ കഴിയില്ലല്ലോ. രാജസ സ്വഭാവികൾ മധ്യവർത്തികളാണ്. ഇവർക്ക് വീര്യം, ശൗര്യം, പ്രവർത്തനക്ഷമത എന്നിവ കൂടും. ശത്രുനിഗ്രഹം ഇവരുടെ വംശസ്വഭാവമാണ്. അതിനായി കൃത്യമായ ആസൂത്രണം വേണം. അതുകൊണ്ട് രാജസക്കാർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ചില ഭരണാധികാരികളെ കാണുന്നില്ലേ? ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും തങ്ങളെ എതിർക്കുന്നവരെ നശിപ്പിക്കുന്നതിനായി ഇവർ വിനിയോഗിക്കുന്നു. ഇവർക്കൊക്കെ ശരിയായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് ബൈബിളിലെ ഒരു സാരോപദേശമാണ്. അതീവ അർത്ഥവത്തായ ഒരു സന്ദേശവും.